നമസ്കാരം, എല്ലാവർക്കും ഡോക്ടർ ഷംജി സ്റ്റോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിവിധ തരം പല്ലുകളെ പറ്റിയാണ്. എല്ലാവരുടെയും വായിൽ ഒരുപാട് പല്ലുകളുള്ളതിനെ പറ്റി നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ശരിക്കും ഒരു മനുഷ്യ ജീവിതത്തിൽ, അതായത് ഒരാൾ ജനിച്ച് മരിക്കുന്നതിനുള്ളിൽ അയാളുടെ വായിൽ മൊത്തത്തിൽ 52 പല്ലുകൾ വന്നു പോകും. മൊത്തത്തിൽ 52? എന്താ കണക്കുന്നല്ലേ? ശരി, നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞില്ലായിരുന്നോ, പാൽപ്പല്ലുകളുണ്ട് 20 എണ്ണം. അത് കഴിഞ്ഞ് മുതിർന്ന പല്ലുകൾ വരും, പെർമനന്റ് ആയിട്ടുള്ള ടൂത്തുകൾ വരും. അപ്പോൾ പെർമനന്റ് ടീത്ത് മൊത്തത്തിൽ 32. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 20 + 32, മൊത്തത്തിൽ നമുക്ക് 52 പല്ലുകളാണ് വരുന്നത്. ഇനി 52 പല്ലുകളിലും ഓരോ പല്ലുകളും ഏതാണ്, ഇതിന്റെ പ്രത്യേകത എന്താണ്, ഓരോ പല്ലിന്റെ പേരെന്താന്നൊക്കെ എന്നൊക്കെ അറിയണ്ടേ? നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇപ്പോഴും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരുന്നു. മുൻനിരയിൽ കാണുന്ന നമ്മുടെ 4 പല്ലുകളെയാണ് നമ്മൾ, അതായത് മുകളിലും താഴെയുമായിട്ട് മുൻവശത്തായിട്ട് കാണുന്ന പല്ലുകളെ ഇൻസൈസേഴ്സ് എന്ന് വിളിക്കും, അഥവാ ഉളിപ്പല്ലുകൾ. എന്താണ് ഈ പല്ലുകളുടെ പ്രത്യേകത? ഉളിപ്പല്ലുകൾ എന്നുള്ള വാക്കിനകത്ത് തന്നെ ഉണ്ട് ഉളി പോലെ അഥവാ ചിസല് പോലെ ഇരിക്കുന്ന രൂപഭംഗിയുള്ളത് കൊണ്ടാണ് ഇതിനെ നമ്മൾ ഉളിപ്പല്ലുകൾ അഥവാ ഇൻസൈസേഴ്സ് എന്ന് വിളിക്കുന്നത്. നമുക്കൊരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു പേരയ്ക്ക അതൊക്കെ കടിച്ചു മുറിച്ച് കഴിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടിക്കണമെങ്കിൽ ആഴത്തിൽ ചെല്ലുന്നത് കടിച്ചെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന പല്ലുകളാണ് നമ്മുടെ മുൻനിരയിലെ ഇൻസൈസേഴ്സ്. ഇൻസൈസേഴ്സ് മൊത്തത്തിൽ നമുക്ക് മുകളിൽ 4 എണ്ണം, അതുപോലെ തന്നെ താഴെ 4 എണ്ണമാണ് വരുന്നത്. അപ്പം 4 4 8 പല്ലുകൾ നമുക്ക് ഇൻസൈസേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് അതിന് പുറകിലായിട്ട് വരുന്നവരെ, കൂർത്ത അഗ്രത്തോടു കൂടി വരുന്നവരെ നമ്മൾ കനൈൻസ് അഥവാ കോമ്പല്ലുകൾ എന്ന് വിളിക്കും. യക്ഷിപ്പല്ലുകളൊക്കെ അല്ലേ? സിനിമയിലൊക്കെ യക്ഷിക്ക് പല്ലിങ്ങനെ ഇറങ്ങി വരും, നല്ല നീളത്തിലുള്ള, അത് തന്നെയാണ് കോമ്പല്ലുകൾ. അപ്പം കോമ്പല്ല് എന്തിനാ? കടിച്ച് മുറിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ചിക്കനൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വലിച്ചു കടിച്ച് മുറിക്കില്ലേ? അതുപോലെ തന്നെ ലോക സിനിമ കണ്ടില്ലേ? ചന്ദ്രയ്ക്കും ഉണ്ട് നമ്മുടെ ഈ കോമ്പല്ല്. അതിനുശേഷം അതിന് പുറകിലായിട്ട് കാണുന്ന പല്ലുകൾ നമ്മൾ പ്രിമോളാസ് എന്ന് വിളിക്കും. 2 പ്രിമോളാസ് വെച്ചിട്ടാണുള്ളത്. ഈ പ്രിമോളാസിന് മലയാളത്തിൽ നമ്മൾ അണപ്പല്ലുകളാണ് അതിന് പുറകിൽ വരുന്നത്. മുൻ അണപ്പല്ലുകൾ എന്ന് വിളിക്കാം, പ്രിമോളാസ്. അതായത് അണപ്പല്ലിന് മുന്നമേ കാണുന്ന, മുന്നിലായിട്ട് കാണുന്ന പല്ലുകൾ. ഓരോ വശത്തും 2 എണ്ണം വെച്ചിട്ടാണുള്ളത്. അങ്ങനെ വായിൽ മുഴുവനായിട്ട് 8 പ്രിമോളാസ് ആണ് നമുക്കുള്ളത്. ഇനി അതിന് പുറകിൽ വരുന്ന അണപ്പല്ലുകൾ ഓരോ വശത്തും 3 എണ്ണം. ഈ 3 എണ്ണം എന്ന് പറയുന്നത് 18 വയസ്സിന് ശേഷം വരുന്ന വിസ്ഡം ടൂത്തുകളെ കൂടെ കണക്കിലെടുത്തിട്ടാണ് പറയുന്നത്. ഓരോ വശത്തും 3 അണപ്പല്ലുകൾ വെച്ച് മുഴുവനായിട്ട് 12 അണപ്പല്ലുകൾ. അപ്പം അണപ്പല്ലുകളാണ് നമുക്ക് ചവച്ചരച്ച് കഴിക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നത്. എന്തിനൊക്കെ വേണം നമുക്ക് ഈ പല്ലുകൾ? ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല, നമുക്ക് നന്നായിട്ട് കോൺഫിഡൻറ്റ് ചിരിക്കണം, നമ്മുടെ എസ്തറ്റിക്സിന് വേണ്ടിയിട്ട് വേണം. 2 ഫൊണറ്റിക്സ്, നമ്മുടെ സംസാരത്തിന് വേണ്ടിയിട്ട് വേണം. നമുക്ക് സംസാരിക്കണം, ചില അക്ഷരങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പല്ലുകളില്ല എന്നുണ്ടെങ്കിൽ, അതായത് പ്രത്യേകിച്ച് പല്ലുകൾ നഷ്ടപ്പെട്ടിട്ട് സെറ്റ് പല്ലൊക്കെ വെക്കാൻ വേണ്ടി വരുന്നവർക്ക് അറിയാൻ പറ്റും. പല്ലുകൾ ഇല്ല എങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, ചില അക്ഷരങ്ങൾ തിരിയില്ല. സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും രൂപത്തിനും ഇതിനൊക്കെ നമുക്ക് പല്ലുകൾ അത്യാവശ്യമാണ്. അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. കുഞ്ഞുങ്ങളിലും ഇതുപോലെ തന്നെയാണ് പല്ലുകളുള്ളത്. 20 പല്ലുകൾ കുഞ്ഞുങ്ങളുടെ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മുകളിൽ 4 ഉളിപ്പല്ലുകൾ അഥവാ ഇൻസൈസേഴ്സ്, താഴെയും 4 ഇൻസൈസേഴ്സ് ഉണ്ട്. അതിനുശേഷം ഓരോ വശത്തും ഓരോരോ കോമ്പല്ലുകൾ അഥവാ കനൈൻസുകളുണ്ട്. അതിനുശേഷം വരുന്ന പല്ലുകൾ, കുട്ടികളിൽ പ്രിമോളാസ് ഇല്ല. കുട്ടികളിൽ മറിച്ച് എന്താണ് വരുന്നത്? അവർക്ക് അണപ്പല്ലുകൾ മാത്രമേ ഉള്ളൂ. അവർക്ക് ഓരോ വശത്തും ഈ 2 അണപ്പല്ലുകൾ വെച്ചിട്ട് 4 വശത്തായിട്ട് 8 പല്ലുകളാണുള്ളത്. അപ്പോൾ നമുക്ക് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ മുൻവശത്തായിട്ട് 4, പിന്നെ 2 കോമ്പല്ലുകൾ, പിന്നെ ഓരോരോ വശത്തായിട്ട് ഈ 2 അണപ്പല്ലുകൾ. അപ്പം നമുക്ക് മൊത്തത്തിൽ 4 4 2 6 6 4 10 പല്ലായി അല്ലേ? മുകളിൽ 10, താഴെ 10. അപ്പൊ കുഞ്ഞുങ്ങളിൽ അണപ്പല്ലുകളാണല്ലോ. ഈ അണപ്പല്ലുകൾ പോയിട്ട് യഥാസ്ഥാനത്ത് വരുന്നതാണ് മുതിർന്നവരിലെ പ്രിമോളാറുകൾ. മനസ്സിലായോ? കുഞ്ഞുങ്ങളിൽ അണപ്പല്ലുകളുണ്ട്, അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അതിനുശേഷം അതിന് പകരമായിട്ട് വരുന്നവരാണ് നമ്മൾ മുതിർന്നവരിൽ കാണുന്ന പ്രിമോളാറുകൾ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ കൂടുതലായിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.